ഇത് സ്നേഹതീരം. മാനസിക വെല്ലുവിളി നേരിടുന്ന, തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും അഭയകേന്ദ്രം. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ഇവിടുത്തെ അന്തേവാസികൾ. സിസ്റ്റേഴ്സ് ഓഫ് മേഴ്സി എന്ന സന്യാസ സമൂഹത്തിന്റെ മദർ ജനറലായ സിസ്റ്റർ റോസലിനാണ് ഈ സ്ഥാപനത്തിന്റെ ഉപജ്ഞാതാവും ഇപ്പോഴത്തെ ഡയറക്ടറും. തെരുവിൽ സ്ത്രീകളും കുഞ്ഞുങ്ങളും അലഞ്ഞു തിരിഞ്ഞ് നടക്കരുത് എന്നൊരു വലിയൊരാഗ്രഹമാണ് ഈ സ്നേഹതീരത്തിൽ എന്നെ എത്തിച്ചത്. എൻ്റെ ഒരു വലിയൊരു സ്വപ്നമായിരുന്നു അത്. തെരുവിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും തെരുവിൽ നിന്നും പെറുക്കിയെടുത്ത് അവരെ സംരക്ഷിക്കുക. 2002 സെപ്റ്റംബർ 26 ആ ഒരു സ്വപ്നം പൂവണിഞ്ഞത്. വിളക്കുടി എന്ന മനോഹരമായ ഗ്രാമപ്രദേശത്ത് 2002 സെപ്റ്റംബർ 26 സ്നേഹതീരം ആരംഭിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയായിരുന്നു ഇത്. കാരണം കൂടെ ആരുമില്ല. ആദ്യം നിന്ന കോൺവെൻറ്റിൽ നിന്നും പോന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിരുന്നു എന്നെ സഹായിക്കുവാനും എന്നോടൊപ്പം പ്രവർത്തിക്കാനുമൊക്കെ. പക്ഷേ എൻ്റെ സഹോദരങ്ങൾ ആദ്യമൊക്കെ കുറച്ച് വിഷമമുണ്ടായിരുന്നു എങ്കിലും അവരെൻ്റെ കൂടെ നിന്നു. അവരിവിടെ സ്ഥലം വാങ്ങിച്ചു തന്നു. അങ്ങനെ 3 പേരിൽ തുടങ്ങിയ ഈ ഭവനം പതുക്കെ വളരാൻ തുടങ്ങി. തെരുവിൽ നിന്നും ധാരാളം മക്കളെ പോലീസ്, കോടതി ഇവിടെ എത്തിക്കാൻ തുടങ്ങി. മനസ്സിൻ്റെ സമനില തെറ്റി ആർക്കും വേണ്ടാതെ തെരുവിൽ എറിയപ്പെട്ടവരാണ് ഇവിടുത്തെ എല്ലാ സഹോദരിമാരും. അവർ തെരുവിൽ നടക്കുമ്പോൾ നമുക്കറിയാം, ഒരു സ്ത്രീ തെരുവിൽ കിടന്നാലത്തെ സ്ഥിതി എന്താണെന്ന് ഇന്നത്തെ കാലത്ത്. ധാരാളം പേര്, സാമൂഹ്യ വിരുദ്ധർ അവരെ ഉപയോഗിക്കും. അങ്ങനെ അവർ ഗർഭിണികളാകും. അവരുടെ വയറിൽ, ഉദരത്തിലൊരു കുഞ്ഞുണ്ട് എന്ന കാര്യം പോലും ഈ അമ്മമാർക്ക് ആർക്കും അറിഞ്ഞുകൂടാ. നിറവയറോടെ ഇവിടെ വന്നവരുണ്ട്. 2, 3, 4 മാസം ഗർഭിണികളായിട്ട് വന്നവരുണ്ട്. ചോദിച്ചാൽ പറയും ഗ്യാസാണ്, അല്ലെങ്കിൽ വയറുവേദനയാണ്, വയറിനെന്തോ ഒരു ഭാരമാണ്. ഇതൊക്കെ അല്ലാതെ തൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് എന്ന് ഇവർക്കാർക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ജന്മം കൊടുത്ത 10-13 കുഞ്ഞുങ്ങൾ ഇവിടെയുണ്ട്. അച്ഛൻ ആരാണെന്ന് ഇവർക്കാർക്കും അറിയില്ല. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളും അമ്മമാരും അടങ്ങുന്ന, സഹോദരിമാരും അടങ്ങുന്ന ഒരു ഭവനമാണ് ഈ സ്നേഹതീരം. ഞങ്ങൾ ആരുടെ കയ്യിൽ നിന്നും പണം വാങ്ങി ഇവിടെ സ്വീകരിക്കാറില്ല ആരെയും. തീർത്തും തെരുവിൽ കിടക്കുന്നവരെ, ആർക്കും വേണ്ടാത്തവരെ, അങ്ങനെയുള്ളവരെ മാത്രമാണ് നമ്മൾ ഈ ഭവനത്തിലേക്ക് സ്വീകരിക്കാറുള്ളത്. എല്ലാവരും തന്നെ മാനസിക രോഗികളാണ്. തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ തൻ്റെ വീട് ഏതാണെന്നോ നാട് ഏതാണെന്നോ ഒന്നും ഇവർ മനസ്സിലാക്കാതെ കടത്തിണ്ണയിൽ കിടന്നുറങ്ങി, തെരുവിൽ കിടക്കുന്ന ഭക്ഷണം വാരി തിന്ന് അങ്ങനെയൊക്കെ ജീവിക്കുന്നവരാണിവർ. പക്ഷേ ഇവിടെ അവരെ എത്തിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ വലിയ പരിപാലനയാൽ ആ മക്കളൊക്കെ മിടുമിടുക്കികളായിട്ട് മാറുന്നത് കാണുമ്പോൾ ദൈവത്തിന് 1000 നന്ദി പറയുകയാണ് ഞങ്ങൾ. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് ഈ സ്നേഹതീരം നോക്കിയാൽ മനസ്സിലാകും. ഇവിടുത്തെ ഓരോ അമ്മമാരെയും സഹോദരിമാരെയും നോക്കിയാൽ ആ കാര്യം വളരെ വ്യക്തമാണ്.
വളരെ വയലൻ്റായിട്ട് തെരുവിൽ നിന്ന് കിട്ടുന്നവർ ഇന്ന് വളരെ ശാന്തരായിട്ട് ഇവിടെ ജീവിക്കുന്നത് ഒരു മഹാത്ഭുതമായിട്ട് മാത്രമേ ഞങ്ങൾക്കൊക്കെ കാണുവാൻ സാധിക്കുകയുള്ളൂ. ബെഡിഡനായിട്ട് കിടപ്പ് രോഗികളായിട്ട് കഴിയുന്ന ഏകദേശം 10-40 രോഗികൾ നമ്മുടെ ഈ ഭവനത്തിലുണ്ട്. അവരും ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും പരിപാലനയും ഒക്കെ അനുഭവിച്ച് ജീവിക്കുന്നവരാണ്. സ്നേഹധീരൻ രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ 4 മണിക്കാണ്. വെളുപ്പിനെ 4 മണിക്ക് എല്ലാവരും എഴുന്നേൽക്കും. ഇവരെല്ലാം പല്ല് തേപ്പിച്ച് കുളിപ്പിച്ച് ഡ്രസ്സ് മാറ്റി അതിനുശേഷം മാത്രമാണ് ഇവരെയൊക്കെ പുറത്തിറക്കുന്നത്. കാരണം കിടന്നൊന്നും രണ്ടും പോകുന്നവർ മലമൂത്ര വിസർജനത്തിൽ ശരിക്കും പറഞ്ഞാൽ രാവിലെ ചെല്ലുമ്പോൾ കുളിച്ച് കിടക്കുമോ ചിലരൊക്കെ. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ. അവരെയൊക്കെ തേപ്പിച്ച് കുളിപ്പിച്ച് പല്ല് തേപ്പിച്ച് ഡ്രസ്സ് മാറ്റി മുടി ചീയി സുന്ദരികളാക്കിയാണ് രാവിലെ എല്ലാവരെയും നമ്മൾ പുറത്തിറക്കുന്നത്. എല്ലാവരും ഒരു ബുദ്ധിമുട്ടും കൂടാതെ പരസ്പരം സഹായിക്കാനും പറ്റുന്ന രീതിയിലൊക്കെ മറ്റുള്ളവർക്ക് എപ്പോഴും ഒരു താങ്ങും തണലുമാകുവാനും എല്ലാവരും പരിശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫ് ആത്മാർത്ഥമായിട്ട് ഇവിടുത്തെ നമ്മുടെ ഈ അമ്മമാർക്ക് വേണ്ടി സഹോദരിമാർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവരാണ്. പല വിധത്തിൽ ഇവരെ നമ്മളെപ്പോലെ ആക്കി തീർക്കുവാൻ സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് ഇവരെ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. പ്രാർത്ഥനയാൽ, കൗൺസിലിങ്, അതുപോലെ മറ്റ് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നത്, അതുപോലെ ചവിട്ടികൾ, പഴയ സാരികൾ കളക്ട് ചെയ്ത് ചവിട്ടിമെത്ത ഉണ്ടാക്കുക, ജപമാല, ധാരാളം ജപമാല, ആയിരക്കണക്കിന് ജപമാല നമ്മുടെ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ മറ്റ് ഓർണമെൻറ്റ്സ്, കഴുത്തിലിടുന്ന മാല, കയ്യിലിടുന്ന ചെയിന്, അങ്ങനെ ധാരാളം കരകൗശലങ്ങൾ അവർ നിർമ്മിക്കുന്നുണ്ട്. അതിലൊക്കെ ഉപരി മനസ്സിൻ്റെ താളം തെറ്റിയ ഈ അമ്മമാരെ സഹോദരിമാരെ ഒരു 25 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു ബാൻഡ് ട്രൂപ്പ് ഇവിടെ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അവർ പുറത്ത് പള്ളികളിലെ പള്ളി പെരുന്നാളുകൾ, അതുപോലെ സ്വീകരണങ്ങൾ, മറ്റ് പൊതുപരിപാടികൾ, അതിനൊക്കെ ഇവിടെ നിന്നും പുറത്തു പോകാറുണ്ട്. അത് നമ്മുടെ ഒരു വരുമാന മാർഗം കൂടിയാണ്. ആ ബാല്യമേളത്തിലൂടെ മനസ്സിന് താളം തെറ്റിയ നമ്മുടെ ഈ സഹോദരിമാരുടെ മാനസിക താളം വീണ്ടെടുക്കുവാൻ ഒരു പരിധിവരെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒത്തിരി സന്തോഷമാണ്. ഞാൻ പല പ്രാവശ്യം ഊളംപാറ മെൻ്റൽ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. അപ്പം അവിടെ കണ്ട കാഴ്ചകൾ എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു. ഇത് പറയുന്ന ഈ അടുത്ത കാലത്തെ സംഭവങ്ങളല്ല, 10-40 വർഷം മുമ്പുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയുന്നത്. അന്ന് ഊളംപാറ മെൻ്റൽ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ വസ്ത്രങ്ങളൊന്നുമില്ലാതെ, കാരണം വസ്ത്രം കൊടുക്കാഞ്ഞിട്ടല്ല, വസ്ത്രം ധരിക്കാനുള്ള ആ അറിവ് അവർക്കില്ല. അങ്ങനെ ഉടുതുണി പോലുമില്ലാതെ സെല്ലുകളിൽ പൂട്ടിയിട്ട ധാരാളം അമ്മമാരെ സഹോദരിമാരെ കാണാൻ ഇടവന്നു. ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ ഗ്രില്ലിട്ട റൂമാണ്. ഓരോ റൂമിലും കുറേ അധികം പേര് വെച്ചുണ്ട്. ഭക്ഷണം ആ ഗ്രില്ലിൻ്റെ ഇടയ്ക്ക് കൂടെ പ്ലേറ്റിൽ നിരക്കി വെച്ച് കൊടുക്കും. ആർത്തിയോടെ ആ ഭക്ഷണം ഒരു കൈകൊണ്ട് അവർ വാരി കഴിക്കും. തറയിൽ കിടക്കുന്ന മലമൂത്ര വിസർജനവും മറുകൈ കൊണ്ട് അവരത് വാരി തിന്നും. ഈ കാഴ്ച എന്നെ വളരെയധികം വേദനിപ്പിച്ചു. ഞാൻ അവിടെ നിന്ന് തമ്പുരാനോട് ചോദിച്ചു, തമ്പുരാനെ, ഇവരെ ഇവിടെ നിന്ന് രക്ഷിക്കാൻ, എങ്ങനെയുള്ളവരെ സംരക്ഷിക്കാൻ നീ എന്നെ സഹായിക്കാമോ?
എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇവരെ ഒന്ന് രക്ഷപ്പെടുത്തണമെന്ന്, ഇങ്ങനെയുള്ളവരെ ശുശ്രൂഷിക്കണമെന്ന്. പക്ഷേ അത് അന്ന് വളരെ ചെറുപ്പമായിരുന്നു ഞാൻ. അതിനുശേഷം എന്നും ഈ ആഗ്രഹം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തികട്ടി വരുമായിരുന്നു. വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു ഈ സ്നേഹതീരത്തിന് ആരംഭം കുറിക്കാൻ. അവിടെ നിന്നാണ് എനിക്ക് ഇങ്ങനെയുള്ളൊരു ശുശ്രൂഷയെക്കുറിച്ച് ഒരാഗ്രഹമുണ്ടാകുന്നതും അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കുന്നതും. അപ്പോൾ ഈ ആഗ്രഹം ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു. വീട്ടിലെല്ലാവരും എതിർത്തു. കാരണം മാനസിക രോഗികളാണ്. അവരെ എങ്ങനെ സംരക്ഷിക്കും, ആര് സംരക്ഷിക്കും? എല്ലാവർക്കും പേടിയായി അത് കേട്ടപ്പോൾ തന്നെ. പക്ഷേ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരെയും സംരക്ഷിക്കുന്ന ഒരു വലിയ ശക്തി കർത്താവ് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നില്ല. ഒത്തിരി ഉപദ്രവങ്ങൾ അവരിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. എൻ്റെ കൈയൊക്കെ കടിച്ചു പറിച്ചിട്ട് 8 സ്റ്റിച്ച് വരെ കയ്യിലിട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ വസ്ത്രങ്ങളൊക്കെ വലിച്ചു കീറുക. കാരണം അവർക്ക് ദേഷ്യം വന്നാൽ അവർക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. പക്ഷെ അങ്ങനെയൊക്കെ ഒത്തിരി ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അവരുടെ സ്നേഹവും അവരുടെ വേദനയും ഒക്കെ കാണുമ്പോൾ ദൈവമേ, നീ തന്ന ഏറ്റവും വലിയ സമ്മാനങ്ങളാണ് ഈ തെരുവിൽ കിടന്ന, ഇന്നിപ്പോൾ ഈ ഭവനത്തിലുള്ള ഞങ്ങളുടെ അമ്മമാരും സഹോദരിമാരും എന്ന് തിരിച്ചറിയുവാൻ ഞങ്ങൾക്കൊക്കെ സാധിച്ചു. ദൈവത്തിൻ്റെ വലിയ ഇടപെടലാണ് ഇന്ന് ഈ സ്ഥാപനം ഇത്ര നന്നായിട്ട് മുൻപോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണം എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അല്ലാതെ എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ എൻ്റെ സാമർഥ്യമോ ഒന്നുമല്ല. ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. കൂടെ നടന്നുകൊണ്ട് പലപ്പോഴും ഞങ്ങൾക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ ദൈവം തക്ക സമയത്ത് ഇടപെട്ട് അതിനുള്ള പരിഹാര വഴികളും കണ്ടെത്തി തന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒറ്റയ്ക്കാണ് എന്നൊരു തോന്നൽ എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ആദ്യമൊക്കെ എൻ്റെ വീട്ടുകാരെന്നെ എതിർത്തുവെങ്കിലും എൻ്റെ സഹോദരങ്ങൾ എൻ്റെ ഒപ്പമുണ്ടായിരുന്നു. ഇവിടെ സ്ഥലം വാങ്ങിക്കാനും തുടങ്ങാനും ഈ കെട്ടിടം ഓരോന്ന് പണിയുമ്പോഴും ഒക്കെ അവരെന്നെ ഇവിടെ വന്ന് സഹായിക്കുകയും എൻ്റെ ഒപ്പം നിൽക്കുകയും ചെയ്തിരുന്നു. എങ്കിലും അതിനൊക്കെ അപ്പുറം ധാരാളം വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് സമൂഹത്തിൽ നിന്നും. എന്തിനാണ് ഇങ്ങനെ തുടങ്ങുന്നത്, എന്താണ് കാര്യം, ഇങ്ങനെയൊക്കെ ഒത്തിരി സംശയങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എന്താ പറയുക, നന്നായിട്ട് തമ്പുരാൻ ഇടപെട്ട് നമ്മളുടെ ഇവിടുത്തെ ഈ പ്രവർത്തനം കണ്ട് തന്നെയാണ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിങ്ങനെ ഒത്തിരി വേദനകളൊന്നും എനിക്ക് ഒത്തിരി അങ്ങനെ സഹിക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ. മറ്റുള്ളവർ പറയുന്നത് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് പ്രയാസങ്ങൾ ഉണ്ടായിട്ടില്ല എന്നല്ല, ഒത്തിരി പ്രയാസമുണ്ടായിട്ട്. പ്രത്യേകിച്ച് സാമ്പത്തിക ഭദ്രത, വീട്ടിൽ നിന്നും കുറേ അധികം പൈസ ഇവിടെ സ്ഥലം വാങ്ങിച്ചു തന്നു. ബ്രദർ ആദ്യം കുറേ പണം എൻ്റെ കയ്യിൽ തന്നു തൽക്കാലത്തേക്ക്. എന്നിട്ട് എന്നോട് പറഞ്ഞത്, ചേച്ചി ഇത് ബാങ്കിലിടണം, ഈ പൈസ എടുത്ത് ചിലവാക്കരുത്. കാരണം ചേച്ചിക്ക് ഒരു ആവശ്യം വന്നാൽ, ഒരു അസുഖം വന്നാൽ, ഒന്ന് പെട്ടെന്നൊരു ട്രീറ്റ്മെൻറ്റ് വേണം, അതിനൊക്കെ പണം അത്യാവശ്യമാണ്, അതുകൊണ്ട് ഈ പൈസ ബാങ്കിലിട്ടേക്കണം, ഇതിനു വേണ്ടി ചിലവാക്കരുത് എന്നൊക്കെ പറഞ്ഞാണ് ആദ്യം അവൻ എൻ്റെ കയ്യിൽ 2-3 ലക്ഷം രൂപ തരുന്നത്. പക്ഷേ ഞാൻ ആ പൈസ എടുത്ത് ഞാനിതിന് ചുറ്റിലും വേലി കെട്ടി, ആദ്യം സ്ഥലത്തിന് ചുറ്റിലും. അങ്ങനെയൊക്കെയാണ് ഇത് മുൻപോട്ട് പോയത്. പക്ഷെ അന്ന് മുതൽ ഇന്ന് വരെ ദൈവം തക്ക സമയത്ത് ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ ദൈവം ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇതിൻ്റെ വളർച്ച ഞാനിത് തുടങ്ങി കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 5 ഇവിടെ വരുന്നത്. അതും ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടലായിരുന്നു. അവർ പലയിടത്ത് ചുറ്റിക്കറങ്ങി ഇവിടെ വന്നു, നമ്മുടെ സ്ഥാപനം കണ്ടു. അന്ന് വളരെ സൗകര്യം കുറവാണ്. ഉള്ള സൗകര്യങ്ങളിൽ അവർ ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 5 പ്രോഗ്രാം ഇവിടെ വെച്ച് നടത്തി. ശരിക്കും സ്നേഹതീരത്തെ ലോകത്തിന് മുൻപിൽ കാണിച്ചു കൊടുത്ത
ഒരു വലിയൊരു പ്രോഗ്രാമായിരുന്നു അത്. അതിനുശേഷമാണ് സ്നേഹതീരം ഇത്രയും അറിഞ്ഞതും ഇത്രയും വളർന്നതും. അത് നന്ദിയോടെ ഞാൻ ഏഷ്യാനെറ്റുകാരെ ഓർക്കാറുണ്ട്. അവർ വഴി ദൈവം ഇത്രയും ആളുകളെ ഇവിടെ എത്തിച്ചു, ഒത്തിരി പേര് നമ്മളെ സഹായിച്ചു. അതിനുശേഷമാണ് നമ്മൾ ഈ ബിൽഡിങ്ങൊക്കെ നമ്മളിവിടെ പണിതതും. ഇത് നിങ്ങൾ ബിൽഡിങ്ങിൽ നോക്കിയാൽ കാണാം, പലതരത്തിലുള്ള ടൈൽസാണ് ഇതിലൊക്കെ ഒട്ടിച്ചേക്കുന്നത്. അതൊക്കെ നമ്മൾ പല ഷോറൂമുകളിൽ പോയി ഷോറൂമിൽ വേണ്ടാതിരുന്ന ടൈൽസ് എല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുവന്നാണ് ഇതിൻ്റെ പണികൾ പൂർത്തിയാക്കിയത്. തറയിലിട്ടിരിക്കുന്ന ടൈൽസ് എല്ലാം പൊട്ടിയതാണ്, അതിൻ്റെ കോർണറൊക്കെ അതെല്ലാം മുറിച്ച് മാറ്റി ജോയിൻ ചെയ്ത് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ബിൽഡിങ് പണിതിരിക്കുന്നത് തന്നെ. അപ്പം ധാരാളം ആളുകൾ നമ്മളെ സഹായിച്ചു, നല്ല മനുഷ്യർ. എനിക്ക് ഭക്ഷണം ഇല്ലാത്ത സമയങ്ങൾ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ മരുന്നിന് നല്ലൊരു എമൗണ്ട് നമുക്ക് ആവശ്യം വരും. എല്ലാ മാസവും ഒരു 1.5 ലക്ഷം രൂപ മരുന്നിന് വേണം. പലപ്പോഴും ഞാൻ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ പള്ളിയിൽ പോയിരുന്ന് ഒത്തിരി കരയും, തമ്പുരാനോട് പറയും. അല്ലാതെ വേറെ ആരോടും പറഞ്ഞാൽ അത് മനസ്സിലാകുകയില്ല. പക്ഷെ ദൈവം ആ തക്ക സമയത്ത് ആരെങ്കിലുമൊക്കെ ഇങ്ങോട്ട് വിട്ട് ആ സഹായങ്ങൾ ഇവിടെ എത്തിച്ചു തരാറുണ്ട്. മരുന്നിന് മരുന്ന്, ഭക്ഷണത്തിന് ഭക്ഷണം, വസ്ത്രം, അതുപോലെ സോപ്പ്, ചീപ്പ്, എണ്ണ എല്ലാം. ഞാനെന്നും പ്രാർത്ഥിക്കും, ദൈവമേ ഒരു സോപ്പെങ്കിലും ആരെങ്കിലും കൊണ്ടു തന്നായിരുന്നെങ്കിൽ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ, അല്ലെങ്കിൽ ഒരു ബ്രഷ് കിട്ടിയായിരുന്നെങ്കിൽ, ഒരു തോർത്ത് കിട്ടിയായിരുന്നെങ്കിൽ. ദൈവം അവിടെയൊക്കെ ഇടപെട്ടിട്ടുണ്ട്. അപ്പം സാമ്പത്തിക കാര്യങ്ങളെല്ലാം എൻ്റെ കയ്യിലൊന്നുമില്ല, എനിക്ക് സഭയിൽ നിന്നും സഹായങ്ങളൊന്നും അങ്ങനെ സാധാരണ കൊടുക്കാറില്ലല്ലോ, എനിക്ക് കിട്ടിയിട്ടുമില്ല. ആരെങ്കിലും വരുമ്പോൾ 10,000 രൂപ അങ്ങനെയൊക്കെ കൊണ്ടു തന്നു എന്നുള്ളതല്ലാതെ മറ്റുള്ളവരുടെ പൊതുജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. പക്ഷേ ദൈവം അതിനൊക്കെ ആളുകളെ കണ്ടെത്തി ഇവിടെ വേണ്ട കാര്യങ്ങൾ മുൻപോട്ട് നടത്താറുണ്ട്. അങ്ങനെയാണ് ഈ സ്നേഹതീരം മുൻപോട്ട് പോകുന്നത്. നമ്മുടെ ഈ സ്ഥാപനം സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലാണ്. അതുപോലെ ഓർഫഡേജ് കൺട്രോൾ ബോർഡിൻ്റെ രജിസ്ട്രേഷൻ, മെൻ്റൽ ഹെൽത്ത് അതോറിറ്റിയുടെ രജിസ്ട്രേഷൻ, സൈക്കോ സോഷ്യൽ ഹോമിൻ്റെ രജിസ്ട്രേഷൻ, ഇങ്ങനെയുള്ള രജിസ്ട്രേഷൻസ് എല്ലാം നമുക്കുണ്ട്. അപ്പോൾ ഗവൺമെൻറ് തന്നെ നമുക്ക് ഒരു സ്റ്റാഫിൻ്റെ ഒരു പാനൽ തന്നിട്ടുണ്ട്. നമുക്ക് ഇത്ര സ്റ്റാഫ് നമുക്ക് വേണം. ഇതിനെല്ലാം ചില ക്രമങ്ങളുണ്ട്, ചട്ടങ്ങളുണ്ട്, ചില രീതികളുണ്ട്. അപ്പോൾ അതനുസരിച്ച് മാത്രമേ നമുക്ക് ഈ ഇങ്ങനെയുള്ള സ്ഥാപനം മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അതുപോലെ എൻ്റെ അക്കൗണ്ട്സ് ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് പറയുന്ന ആ സ്റ്റാഫ് പാറ്റേൺ അതുപോലെ തന്നെ നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ 7 നേഴ്സസ് തന്നെ 7 പേരുണ്ട്. അതുപോലെ നഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് 6 പേരുണ്ട്. അതുപോലെ കെയർ ടേക്കേഴ്സ് ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, ഡ്രൈവറുണ്ട്, അക്കൗണ്ടൻ്റ് ഉണ്ട്, PRO ഉണ്ട്. അങ്ങനെ എല്ലാ തരത്തിലും എല്ലാവരെയും കൂട്ടി ഒരുമിപ്പിച്ചാണ് നമ്മളിത് മുൻപോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ ഡോക്ടേഴ്സ് ഇവിടെ വിസിറ്റ് ചെയ്യാറുണ്ട്. മാസങ്ങളിൽ എല്ലാ ആഴ്ചയിലും തന്നെ ക്യാമ്പുകൾ, പലതരത്തിലുള്ള ക്യാമ്പ്, PHSC ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നുള്ള ക്യാമ്പ്, ആയുർവേദ ഹോസ്പിറ്റൽ, അതുപോലെ ഹോമിയോ, അതുപോലെ ഡയബറ്റിക് ക്യാമ്പ്, അങ്ങനെ ഓരോ ആഴ്ചയിലും ഓരോ ക്യാമ്പുകൾ ഇവിടെ ക്രമീകരിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചാണ് നമ്മളിത് മുൻപോട്ട് കൊണ്ടുപോകുന്നത് എന്ന് പറയാം. അത് നമ്മൾ ഹോസ്പിറ്റലിൽ ധാരാളം പേരെ ദിവസവും കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഊളംപാറ മെൻ്റൽ ഹോസ്പിറ്റലാണ് ഇവിടെ എല്ലാം ട്രീറ്റ്മെൻറ്റ്. എല്ലാ ശനിയാഴ്ചയും നമ്മളിവിടുന്ന് പേഷ്യൻസിനെയും കൊണ്ട് ഊളംപാറ മെൻ്റൽ ഹോസ്പിറ്റലിൽ വണ്ടി പോകാറുണ്ട്. അവിടെ കൊണ്ടുപോയി യാത്ര ചെയ്യാൻ പറ്റുന്നവരെ മാത്രം കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ച് മരുന്ന് എഴുതി അവിടെ നിന്നും അവിടെ ഉള്ള മരുന്ന് നമുക്ക് കിട്ടാറുണ്ട്. പലപ്പോഴും മരുന്നിന് വളരെ ഷോർട്ടേജാണ്. ബാക്കി മരുന്നുകൾ നമ്മൾ പുറത്തു നിന്നും വാങ്ങാറുണ്ട്. പിന്നെ പുനലൂർ താലൂക്ക് ഹോസ്പിറ്റൽ,
കൊട്ടാരക്കര ഹോസ്പിറ്റൽ, വിളക്കുടി PHC, അങ്ങനെ ഇവരെല്ലാവരും കൂടെ സഹകരിച്ചാണ് നമ്മുടെ ഈ പ്രസ്ഥാനം മുൻപോട്ട് കൊണ്ടുപോകുന്നത്. സ്നേഹതീരം 2001 തുടങ്ങി. പക്ഷേ ഞങ്ങൾ കോൺഗ്രിഗേഷൻ സിസ്റ്റേഴ്സ് ഓഫ് മേഴ്സി എന്ന കോൺഗ്രിഗേഷൻ ഞാൻ തുടങ്ങിയത് 2010 ഡിസംബർ 18-നാണ്. കാരണം അതുവരെ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടുകാരും ഞാനും ഞങ്ങളൊക്കെ ചിന്തിക്കാൻ തുടങ്ങി, എൻ്റെ കാലം കഴിഞ്ഞാൽ ഇത് ആര് മുൻപോട്ട് കൊണ്ടുപോകും? ഇത് നമ്മൾ ഇത്രയും ഭംഗിയായിട്ട് തുടങ്ങി ഇത്രയും ആക്കിയിട്ട് ഇത് മുൻപോട്ട് കൊണ്ടുപോകാൻ ആളില്ലെങ്കിൽ വീട്ടുകാരേതായാലും അവർക്കാർക്കും പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തീരുമാനിച്ചു ഒരു കോൺഗ്രിഗേഷൻ തുടങ്ങണം, സിസ്റ്റേഴ്സ് ഓഫ് മേഴ്സി സന്യാസിനി സമൂഹം. അങ്ങനെ ഞാൻ ആരംഭിക്കുകയായിരുന്നു. 2010 ചങ്ങനാശ്ശേരി ഡയസിസിലാണ്. ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടം പിതാവാണ് ഞങ്ങൾക്ക് അതിനുള്ള അംഗീകാരം തന്നത്. എനിക്ക് സഭയിൽ നിന്നും സാമ്പത്തിക സപ്പോർട്ട് അങ്ങനെ വലുതായിട്ട് ലഭിച്ചിട്ടില്ല. ബാക്കി നല്ല സപ്പോർട്ടാണ് ഞങ്ങൾക്ക് തരുന്നത്. ഞങ്ങളുടെ ആത്മീയ കാര്യങ്ങളിലൊക്കെ സഭ ഞങ്ങളെ സഹായിക്കുന്നു. വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തരുന്നു. അതിലുപരി ഞങ്ങളുടെ ഈ സ്ഥാപനമൊക്കെ സഭയ്ക്ക് ഒരു വലിയൊരു അഭിമാനമായിട്ടാണ് അവരൊക്കെ എപ്പോഴും പറയാറുള്ളത്. അപ്പോൾ സഭയിൽ നിന്നും എനിക്ക് പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വലിയ വിമർശനങ്ങളോ ഒന്നും എനിക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടില്ല. ഞങ്ങൾക്ക് എല്ലാവരുടെയും വലിയ സപ്പോർട്ടാണ്, വലിയ കരുതലാണ്, വലിയ സ്നേഹമാണ് ഞങ്ങൾക്ക് എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സ്നേഹതീരം ഒത്തിരി പാഠങ്ങൾ എന്നെ പഠിപ്പിച്ചു. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ സ്നേഹതീരത്തിൽ നിന്നും. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒറ്റയ്ക്ക് തുടങ്ങി, മറ്റുള്ളവരുടെ സപ്പോർട്ട് എനിക്ക് ലഭിച്ചു. എങ്കിൽ പോലും നമുക്കെല്ലാവർക്കും അറിയാം കുറേ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അതിൻ്റെ പിന്നിലുണ്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ദൈവത്തിൽ ഞാൻ ആശ്രയിച്ചാൽ ദൈവം എൻ്റെ കൂടെ കാണുമെന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒറ്റയാളെ എൻ്റെ കൂടെ ഉണ്ടായതുള്ള ദൈവം മാത്രം. ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നത് ദൈവത്തോടാണ്, കർത്താവിനോടാണ്. എൻ്റെ സങ്കടങ്ങൾ പങ്കുവെക്കുന്നത് കർത്താവിനോടാണ്. ഞാൻ പോയിരുന്ന് കരയുന്നത് കർത്താവിൻ്റെ മുൻപിലാണ്. കാരണം എല്ലാവരും കിടന്നുറങ്ങി കഴിയുമ്പോഴായിരിക്കാം ഞാൻ ചാപ്പലിൽ കയറുന്നത്. മണിക്കൂറുകൾ ഞാൻ കർത്താവിൻ്റെ അടുത്തിരുന്ന് കരയാറുണ്ട്, സന്തോഷം പങ്കുവയ്ക്കാറുണ്ട്. അതിലുപരി ഒത്തിരി 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 നന്ദി പറയാറുണ്ട്. എനിക്ക് ഈ സ്ഥാപനത്തിൽ നിന്നും എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ദാനം, ഏറ്റവും വലിയ അനുഗ്രഹം ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ കരുതലാണ്. ദൈവം ഇത്രയും സ്നേഹിക്കുന്നവനാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എനിക്ക് സ്നേഹതീരത്തിൽ നിന്നാണ്. കാരണം ദൈവമല്ലാതെ വേറെ ആരും കൂടെ ഇല്ലായിരുന്നു. ആരൊക്കെ കൂടെ ഉണ്ടായിരുന്നു എന്നതിലല്ല, എന്തുമാത്രം അവർക്ക് നമ്മളെ മനസ്സിലാക്കാൻ സാധിച്ചു, ഈ സ്ഥാപനവുമായിട്ട് ഇഴുകിച്ചേരാൻ സാധിച്ചു എന്നതിലാണ് കാര്യമിരിക്കുന്നത്. കർത്താവ് ഇതിനകത്ത് ഇഴുകിച്ചേർന്ന ഒരു വലിയൊരു ശക്തിയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഇങ്ങനെയുള്ള തെരുവിൽ കിടക്കുന്ന നമ്മുടെ അമ്മമാർക്ക്, സഹോദരിമാർക്ക്, അല്ലെ അപ്പന്മാർക്ക്, ഞാൻ ചെയ്യുന്നത് അമ്മമാരെയും കുഞ്ഞുങ്ങളെയും നോക്കുന്നു, അതുപോലെ പുരുഷന്മാരുമുണ്ട്. അങ്ങനെയുള്ള സഹോദരങ്ങൾക്ക് അവരെ ഒന്ന് ഉൾക്കൊള്ളാൻ, അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, അവരെ ഒന്ന് സ്നേഹിക്കാൻ, അവർക്ക് നമ്മളുണ്ട് എന്നവർക്ക് മനസ്സിലാക്കി കൊടുക്കാനൊക്കെ നമുക്ക് ദൈവം തരുന്ന ഒരവസരമാണ് ഇങ്ങനെയുള്ള ഈ ഭവനങ്ങൾ. അതിലുപരി ആരൊക്കെ നമ്മളെ ഉപേക്ഷിച്ചാലും ദൈവം നമ്മളെ ഉപേക്ഷിക്കില്ല എന്ന ഒരാഴമായ ചിന്ത അവരിലുണ്ടാക്കി കൊടുക്കുവാൻ
ഈ സ്ഥാപനം വഴി നമുക്ക് സാധിക്കുന്നുണ്ട്.